പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുലിയിൽ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് കുടവലം ദേവി ക്ലബിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് പുലിയെ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിനാണ് ചേരുന്നത്. ജോസഫ്, എപ്പോഴാണ് ഈ കിണറ്റിനുള്ളിൽ പുലി അകപ്പെട്ടത്? നിലവിൽ ഇപ്പോൾ പുലിയെ പുറത്തെടുത്തോ? രേണുക, കാസർഗോഡ് പുല്ലൂരിലാണ് ഈ പുലി കുളത്തിൽ വീണിട്ടുള്ളത്. കൊടവലം ദേവി ക്ലബിന് സമീപത്തെ മധുവിന്റെ, അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിലാണ് ഈ പുലി വീണിട്ടുള്ളത്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ പുലി കുളത്തിൽ വീണതായി നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഈ പുലിനെ പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തേക്ക് വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടി എത്തുന്നുണ്ട്. ഇതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമെത്തി ഇത് തടയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കണോ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അത്യാവശ്യം 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പുലിയാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കുളത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളതും ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രക്ഷാദൗത്യ പ്ലാനുകൾ ഉണ്ടാക്കി മാത്രമായിരിക്കും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് നീങ്ങുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എത്രയും വേഗം പുലിനെ പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തി വരുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വയനാട്ടിൽ നിന്നുൾപ്പെടെ വിദഗ്ധരായ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കമെത്തി ഇതിനെ പുറത്തെത്തിക്കാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്തെ ഒരു സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തരുതെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി വരുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കുളത്തിൽ നിന്ന് പുലിനെ പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.